ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി സലാഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. വൈകുന്നേരം നമുക്ക് നല്ല ദഹനശക്തി കിട്ടാൻ വേണ്ടിയിട്ടൊരു അടിപൊളി സലാഡ്. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ കുക്കുംബർ ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സാധനങ്ങൾ ഇതിൽ ഇടാണ്ട് കിട്ടാം. അടുത്തായിട്ട് നമ്മൾ കുറച്ച് തിളച്ച വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ക്യാബേജ് ഇടാൻ വേണ്ടിയിട്ടാണ്. അത് ഒന്ന് ക്യാബേജിൽ ഇനിയിപ്പോൾ വല്ല മരുന്നാണ് വിമുക്താക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് തിളച്ച വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇതാക്കണേ ഉള്ളൂ. ഒരു 2 ലീഫ് ക്യാബേജ്. എല്ലാ സലാഡിലും കാണുന്ന ഒരു പ്രധാന ഐറ്റമാണ് ക്യാരറ്റ്. അത് നല്ല ഭംഗിയുടെ കാണാൻ നല്ല സ്റ്റൈലും ഉണ്ടാവും. നമ്മൾ പച്ചയും ചുവപ്പും മഞ്ഞൊക്കെ ഇട്ട്. അത് മാത്രമല്ല ദഹനത്തിന് സൂപ്പറാണ്. ഇവിടെ ഗൾഫിലൊക്കെ വന്നവർക്കറിയാം, ബംഗാളികളുടെ ഫേവറേറ്റ് ഫുഡാണ് ഈ ക്യാരറ്റ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച കോണാണ്. അപ്പോൾ ഇതും ദഹനത്തിന് നല്ല ഫൈബർ കണ്ടൻറ്റൊക്കെ ഉള്ള സാധനമാണ്. ദഹനത്തിന് അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത സലാഡിൽ ഇടാൻ പോകുന്നത്. നമ്മൾ ക്യാരറ്റും കുക്കുംബറും ഇട്ടു, അതിലേക്ക് നമ്മളുടെ കോണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതായിട്ട് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച ബ്രോക്കോളിയാണ്. ഇത് സലാഡിന് ബെസ്റ്റാണ്. അടിപൊളി സാധനമാണ് ബ്രോക്കോളി. ഒരുപാട് ന്യൂട്രീഷൻസ് ഉള്ള സാധനമാണ്. അടുത്ത നമ്മൾ ഇതാണ് നമ്മുടെ സലാഡിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബ്രോക്കോളിയും റെഡിയായി. ബ്രോക്കോളി വേവിച്ച് മഞ്ഞപ്പൊടിയിട്ട് വേവിച്ച് അതും കൂടി സെറ്റാക്കി വിടുകയാണ്. അതിലേക്ക് ചെറുതായിട്ട് ചൂടുവെള്ളത്തിലിട്ട ക്യാബേജ്. ചെറുതായിട്ട് ചൂടുവെള്ളത്തിലിടുന്നത് എന്താ വെച്ചാൽ നമ്മൾ വേവിച്ച് കഴിക്കുക എന്നുള്ളതാണ്. മരുന്നൊക്കെ അടിച്ച് വരുന്ന പച്ചക്കറികളല്ലേ, അതുകൊണ്ടാണ് ചെറുതായിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് നൈസായിട്ട് എടുക്കുന്നത്. അടുത്ത് നമ്മുടെ ക്യാബേജ്. അടുത്തതായി തക്കാളി. തക്കാളിയുടെ കുരു നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇടയിൽ കിടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ഇടങ്ങറ്, മനസ്സിനൊരു വിഷമം വരണ്ട. അതുകൊണ്ട് തക്കാളിയുടെ കുരു നമ്മൾ കളഞ്ഞു. അപ്പോൾ തക്കാളിയും കൂടിയായി. കളറ് സെറ്റപ്പായല്ലേ. അടുത്തായിട്ട് നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു പീസ് ആപ്പിളാണ്. മധുരം തൊട്ട് കൂട്ടുക എന്നാണല്ലോ. ഇതിലേക്ക് കുറച്ച് ആപ്പിളും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു മധുരം വേണ്ടേ അതിന്. അപ്പോൾ ഒരു പൊടി, അത്രയൊന്നും വേണ്ട, കുറച്ച് ഉപ്പ്, ഒരു അത്രയും വേണ്ട. എന്തത്, ഒരു ശേഖരം മതി. ഒരു ശേഖരം കുറച്ചും കൂടി കുറയ്ക്കേ, അത് മതി. ശകരപ്പ് ഇടുക. എനിക്ക് ഒരു ചെറിയൊരു പുളിയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൂടെ ഉണ്ട്. ഒരു ഹാഫ് ചെറുനാരങ്ങ പിഴിഞ്ഞോ. ശക്തിയിൽ അങ്ങോട്ട് പോട്ടെ, മൊത്തം നീരുണ്ട് വരട്ടെ. ഓക്കെ. ഇനി അടുത്ത് നാരങ്ങ എല്ലാ സാധനവും വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സലാഡ് ഇവിടെ റെഡിയാണ്. ദഹനത്തിന് ബെസ്റ്റാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിച്ചാൽ മതി. ഒരു 10 മിനിറ്റ് എടുത്തേക്കുക. സെറ്റായി കഴിഞ്ഞാൽ നമുക്കെടുത്ത് കഴിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.